Workshops, big rooms where Karkhanas functions are found in many places. Embroiderers working under a supervisor are found in one room, goldsmith in another, dyers and cobblers work in different rooms. Bernier. പല സ്ഥലങ്ങളിലും വലിയ മുറികളിൽ കാർഖാനകൾ പ്രവർത്തിക്കുന്നു. ഒരു സൂപ്പർവൈസറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എംബ്രോയ്ഡറുകളെ ഒരു മുറിയിൽ കണ്ടെത്തി. മറ്റൊരു മുറിയിൽ സ്വർണ്ണപ്പണിക്കാരനെയും വ്യത്യസ്തമായ മുറികളിലായി കോബ്ലറെയും ഡയറെയും അവരുടെ വർക്കിൽ ജോലിയിൽ ഏർപ്പെട്ടതായി കണ്ടെത്തി. ഡയർ എന്നാൽ തുണികൾക്ക് നിറം കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ തുണികൾക്ക് ചായം പൂശുന്ന ആൾ. കോബ്ലർ എന്നു പറഞ്ഞാൽ ചെരുപ്പുകൾ പണിതു കൊടുക്കുന്ന ആൾ. Given above is the description by Bernard, the French traveler, about the workshops and occupational groups. ഫ്രഞ്ച് യാത്രികനായ ബെർണറിൻ്റെ ഒരു വിവരണമാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. വർക്ക്ഷോപ്പുകളെക്കുറിച്ചും ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ തൊഴിൽ ഗ്രൂപ്പുകളെക്കുറിച്ചും അദ്ദേഹം ഈ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നു. നെക്സ്റ്റ് പേജിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. കാർഖാന ഇൻ ദ റെഡ് ഫോർട്ട്, എ പെയിൻറ്റിങ്. കാർഖാനകൾ റെഡ് ഫോർട്ടിൽ നിൽക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാർഖാന എന്നതൊരു പുതിയ വേർഡാണ്. അപ്പോൾ കാർഖാന എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. കാർഖാനാസ് were the centers that produced and supplied goods for the palace of the Mughal kings and nobles. മുഗൾ രാജാക്കന്മാരുടെയോ പ്രഭുക്കളുടെയോ കൊട്ടാരത്തിലേക്ക് സാധനങ്ങൾ നിർമ്മിക്കുകയോ വിതരണം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്ന കേന്ദ്രങ്ങളെയാണ് കാർഖാനാസ് എന്നറിയപ്പെടുന്നത്. താഴെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. വിച്ച് ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് കുഡ് ബി ഫൗണ്ട് ഇൻ ദ കാർഖാനാസ്? കാർഖാനയിൽ കണ്ടെത്തുന്ന തൊഴിൽ ഗ്രൂപ്പുകൾ ഏതൊക്കെ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, കാർഖാനാസ് എന്നാൽ രാജാക്കന്മാരുടെ കൊട്ടാരങ്ങളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് കാർഖാനാസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവരുടെ കുറച്ച് പേരുകൾ ഈ പോർഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതം. സോഷ്യൽ ലൈഫ്. ലിസൺ ടു ദ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ സോഷ്യൽ ലൈഫ് ഇൻ ഇന്ത്യ ബൈ താവർണിയർ, ദ ഫ്രഞ്ച് ട്രാവലർ who visited India during the Mughal period. മുഗൾ കാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് യാത്രികനായ താവർണിയറിൻ്റെ ഒരു വിവരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഡിസ്ക്രിപ്ഷനിലൂടെ പറയുന്നത്. താവർണിയറിൻ്റെ പിക്ചർ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കത് കാണാൻ സാധിക്കും. The lifestyle, dressing and food habits are extensively varied across India. Extravagantly, colorfully dressed people or those sparsely clad were also found here. ജീവിത രീതി, വസ്ത്രധാരണ, ഭക്ഷണരീതി എന്നിവയൊക്കെ ഇന്ത്യയിൽ ഉടനീളം വ്യത്യസ്തമാണ്. അതിരുകടന്ന വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ചവർ, വിരളമായി വസ്ത്രം ധരിച്ച ആളുകളെയും ഇവിടെ കണ്ടെത്തി. What information about the social life of the period can be obtained from this description? ആ കാലത്തിലെ സാമൂഹ്യ ജീവിതത്തെ പറ്റിയുള്ള എന്തൊക്കെ വിവരങ്ങളാണ് ഈ വിവരണത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്? സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാലിറ്റീസ് എക്സിസ്റ്റഡ് among the people back then. Let us see what they were. സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നു. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ സാമ്പത്തികമായും സാമൂഹികമായും ഒരുപാട് വ്യത്യസ്തതകൾ നിലനിന്നിരുന്നു. സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. സമൂഹത്തിൽ സമ്പന്നരുണ്ടാവാം, ദരിദ്രരുണ്ടാവാം, താഴ്ന്ന ജാതിക്കാരുണ്ടാവാം, മേൽജാതിക്കാരുണ്ടാവാം. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരാണ് സമൂഹത്തിൽ ഉള്ളത്. ഫസ്റ്റ് വൺ, സോഷ്യൽ സ്റ്റാറ്റസ് വാസ് ഡിറ്റർമൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ഒക്യുപ്പേഷൻ ആൻഡ് വെൽത്ത്. ജാതിയുടെയും തൊഴിലിൻ്റെയും സമ്പന്നതയുടെയും അടിസ്ഥാനത്തിലായിരുന്നു സാമൂഹ്യ നിലവാരം നിർണയിച്ചിരുന്നത്. ഉയർന്ന ജാതിയിലും സമ്പന്നതയിലുമുള്ള ആൾക്കാരെ സമൂഹത്തിൽ വില കൽപ്പിച്ചിരുന്നു. എന്നാൽ പാവപ്പെട്ടവർക്ക് സമൂഹത്തിൽ യാതൊരു വിലയും കൽപ്പിച്ചിരുന്നില്ല. സെക്കൻഡ് വൺ, കിങ്സ്, ലോർഡ്സ്, പ്രൈഡ്സ്, ഓഫീസേഴ്സ് എക്സെട്ര എൻജോയ്ഡ് ഹയർ സോഷ്യൽ സ്റ്റാറ്റസ്. രാജാക്കന്മാരും പ്രഭുക്കരും പുരോഹിതന്മാരും ഓഫീസർമാരും ഉയർന്ന സാമൂഹ്യ നിലവാരം ആസ്വദിച്ചിരുന്നു. കാലഘട്ടത്തിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും
പുരോഹിതരും ഓഫീസർമാരും ഒക്കെയായിരുന്നു ഏറ്റവും ഉയർന്ന ആൾക്കാർ, അഥവാ ഉയർന്ന സാമൂഹ്യ നിലവാരമുള്ളവർ. തേർഡ് വൺ, those who engaged in agriculture and handicraft belonged to lower social strata. കൃഷിയിലും കരകൗശലത്തിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിൽ താഴ്ന്ന തലത്തിൽപ്പെട്ടവരായിരുന്നു. ഫോർത്ത് വൺ, ഈച്ച് കാസ്റ്റ് ഹാഡ് ഇറ്റ്സ് ഓൺ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. ഓരോ ജാതിക്കും അതിൻ്റേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടായിരുന്നു. സിവിൽ കസ്റ്റംസ് ലൈക്ക് ദ സതി ആൻഡ് ചൈൽഡ് മാരേജ് പ്രൊവൈഡ്. അനാചാരങ്ങളായ സതിയും ശൈശവ വിവാഹവും ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. പണ്ടുകാലത്ത് കുട്ടികളെ വളരെ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിപ്പിക്കുമായിരുന്നു. ആ ഒരു അനാചാരത്തെ ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ ശൈശവ വിവാഹം എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ ഹിന്ദു മതവിശ്വാസത്തിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് സതി. ഭർത്താവിൻ്റെ മരണശേഷം ഭർത്താവിനെ കത്തിക്കുന്ന ചിതയിൽ ഭാര്യയും മനഃപൂർവ്വം ചാടി മരിക്കുന്ന ഒരു അനാചാരമാണ് സതി. ആ സ്ത്രീയെ കൊണ്ട് ആൾക്കാർ ചെയ്യിക്കുന്നതാണ്. അങ്ങനെ ആ സ്ത്രീയെ ചുട്ടുകൊല്ലുന്ന അതിക്രൂരമായ അനാചാരത്തെയാണ് സതി എന്നറിയപ്പെടുന്നത്. അങ്ങനെ മനുഷ്യർക്കിടയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ ചില മഹത് വ്യക്തികൾ തുടച്ചു മാറ്റുകയാണ് ഉണ്ടായത്. അവരുടെ കഠിന പ്രയത്നം മൂലമാണ് അനാചാരങ്ങളൊക്കെ ഇപ്പോഴും നിലവിലില്ലാത്തത്. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെപ്പറ്റിയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇന്ത്യ ദ എബോർഡ് ഓഫ് നോളജ്. ഇന്ത്യ അറിവിൻ്റെ വാസസ്ഥലം. ഇന്ത്യ ദ എബോർഡ് ഓഫ് നോളജ്. We the Indians can speak any language, but it is difficult for others to master our language. Indians do not go abroad in search of knowledge. It is the people from other countries who come to India. Chess, the Panchatantra stories and mathematics are the contributions of India to the world. അമീർ ഖുസ്രാവ്. നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷ വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ സംസാരിക്കാം. പക്ഷേ മറ്റ് ആൾക്കാർക്ക് നമ്മുടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ്. ഇന്ത്യക്കാർക്ക് അറിവിനെ അന്വേഷിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവേണ്ട ആവശ്യമില്ല. ഇന്ത്യയെയും ഇന്ത്യയുടെ ഭാഷയെയും അറിവിനെയും മനസ്സിലാക്കാൻ പല രാജ്യങ്ങളിൽ നിന്ന് പല ആൾക്കാർ ഇന്ത്യയിലേക്ക് വരുന്നു. ചെസ്, പഞ്ചതന്ത്ര കഥകൾ, ഗണിതശാസ്ത്രം എന്നിവയൊക്കെ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും വലിയ സംഭാവനകളാണ്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് അമർ ഖുസ്രാവ്, ദ പോയറ്റ് ഹു ലിവ്ഡ് ഡ്യൂറിംഗ് ദ സുൽത്താനേറ്റ് പീരീഡ്. സുൽത്താനേറ്റ് കാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്ന അമീർ ഖുസ്രാവിൻ്റെ വാക്കുകളാണിവ. വാട്ട് ക്യാൻ യു കംപ്രിഹെൻഡ് ഫ്രം ദീസ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ അഡ്വാൻസ്മെൻറ്റ് ഇൻ ലേണിംഗ് ഇൻ ഇന്ത്യ? ഈ വിവരണത്തിൽ നിന്ന് ഇന്ത്യയിലെ പഠിക്കുന്നതിലെ പുരോഗതിയെക്കുറിച്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? We have discussed Nalanda University in the previous classes. Several educational centers existed in medieval India as well. Students from different parts of the world flocked to these centers in search of knowledge. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നളന്ദ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. മധ്യകാല ഇന്ത്യയിൽ ഒരുപാട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിന്നിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നായി വിദ്യാർത്ഥികൾ അറിവിനെ തേടി ഈ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. ദ എഡ്യൂക്കേഷണൽ സെൻറ്റേഴ്സ് ഇൻ ബനാറസ്, ആഗ്ര, ലാഹോർ, കാഞ്ചി, മധുര ആൻഡ് ഡൽഹി വർ റിമാർക്കബിൾ എമംഗ് ദം. ബനാറസിലും ആഗ്രയിലും ലാഹോറിലും കാഞ്ചിയിലും മധുരയിലും ഡൽഹിയിലുമുള്ള വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അവയിൽ ഏറ്റവും ശ്രദ്ധേയമാണ്. അസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് അഡ്വാൻസ്ഡ് ഡ്യൂറിംഗ് ദ പീരീഡ്. ലീലാവതി ബൈ ഭാസ്കരാചാര്യ വാസ് എ ഫേമസ് വർക്ക് ഇൻ മാത്തമാറ്റിക്സ്. ജ്യോതിശാസ്ത്രവും ഗണിതശാസ്ത്രവും ആ കാലഘട്ടത്തിൽ മുന്നേറി നിന്നു. ലീലാവതി എന്നത് ഭാസ്കരാചാര്യയുടെ ഗണിതശാസ്ത്രത്തിലുള്ള ഒരു പ്രസിദ്ധമായ കൃതിയാണ്. ഒബ്സർവേറ്ററീസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ജയ്പൂർ, ഡൽഹി, ഉജ്ജൈൻ ആൻഡ് ബനാറസ്. സെവറൽ ടെക്സ്റ്റ് വെർ ട്രാൻസ്ലേറ്റഡ് ഇൻടു പേർഷ്യൻ. ജയ്പൂരിലും ഡൽഹിയിലും ഉജ്ജയിനിലും ബനാറസിലും നിരീക്ഷണാലയങ്ങൾ സ്ഥാപിച്ചു. പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഒരുപാട് എഴുത്തുകൾ ഉണ്ട്. സമ്മറി. ദ ട്രാവലോഗ്സ് ഓഫ് ദ ഫോറിനേഴ്സ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് മിഡീവിയൽ ഇന്ത്യ.
വിദേശികളുടെ യാത്രാക്കുറിപ്പുകൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകി. ഫസ്റ്റ് ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചാണ്. പിന്നെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഡിസ്ക്രിപ്ഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഒരുപാട് വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ് സെവറൽ ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഒരുപാട് വിദേശികൾ വ്യാപാരത്തിനായി വന്നു. നമ്മൾ വിദേശികൾ ആരൊക്കെയാണെന്ന് കണ്ടതാണ്. ഫ്രഞ്ച്, ഇംഗ്ലീഷ്, ചൈനീസ് അങ്ങനെ നിരവധി ആൾക്കാരുണ്ടായിരുന്നു. ഇവരൊക്കെ ഇന്ത്യയുടെ സവിശേഷതകൾ കണ്ടാണ് ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി എത്തിയത്. ദ റൂളേഴ്സ് ഫെസിലിറ്റേറ്റഡ് ദ പ്രോഗ്രസ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ട്രേഡ്. ഭരണാധികാരികൾ കൃഷിയുടെയും വ്യാപാരത്തിൻ്റെയും പുരോഗതിക്കായി സൗകര്യങ്ങൾ ഒരുക്കി. കൃഷിക്കായി ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കർഷകർക്ക് വിത്ത് നൽകുകയും ജലസേചനം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്തതാണ്. ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് ട്രേഡ് സെൻറ്റേഴ്സ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലത്താണ് വ്യാപാരത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും കേന്ദ്രങ്ങൾ വികസിക്കപ്പെട്ടത്. കരകൗശലത്തെപ്പറ്റിയും വ്യാപാരത്തിൻ്റെ പുരോഗതിയെപ്പറ്റിയും ഒക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കാർഖാനാസ് were the centers that produced and supplied goods for the palaces of Mughal kings and nobles. മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്ക് സാധനങ്ങൾ നിർമ്മിക്കുകയും വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളെയാണ് കാർഖാനാസ് എന്ന് അറിയപ്പെടുന്നത്. സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റഡ് ഡ്യൂറിങ് ദ മിഡീവൽ പീരീഡ്. മധ്യകാലത്തിൽ സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. അവയെപ്പറ്റി കുറച്ച് പോയിന്റ്സും നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ആ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കേണ്ടതുമാണ്. ഇന്ത്യ അറ്റൈൻഡ് എക്കണോമിക് പ്രോഗ്രസ് അലോങ് വിത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻ ലേണിംഗ്. പഠന പുരോഗതിയോടൊപ്പം സാമ്പത്തിക പുരോഗതിയും ഇന്ത്യ കൈവരിച്ചു. ഇന്ത്യൻസിൻ്റെ വിദ്യാഭ്യാസത്തെ പറ്റി അമർ ഖുസ്രുവിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ വായിച്ചതാണ്. അതിനകത്ത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചും അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ ഏതൊക്കെയാണെന്നും പറയുന്നുണ്ട്. Let us assess. Question number 1. The agricultural activities in medieval India were admirable. Explain. മധ്യകാല ഇന്ത്യയിലെ കാർഷിക പ്രവർത്തനങ്ങൾ പ്രശംസനീയമായിരുന്നു. വിവരിക്കുക. മധ്യകാല ഇന്ത്യയിലെ ഭരണാധികാരികൾ കൃഷിയുടെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. പിന്നെ കൃഷിയായിരുന്നു മധ്യകാല ഇന്ത്യയിലെ ജനങ്ങളുടെ ഏറ്റവും പ്രധാന തൊഴിൽ. മധ്യകാല ഇന്ത്യയിലെ കൃഷിയെപ്പറ്റി വിവരിക്കുന്ന ഒരു പോർഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. ഇതിൽ നിന്നുള്ള മെയിൻ പോയിൻറ്റ്സ് എടുത്ത് ഷോർട്ട് നോട്ട് ആക്കിയാൽ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള ആൻസറായി. ഹൗ ഡിഡ് ദ സ്പ്രെഡ് ഓഫ് വീവിംഗ് ആൻഡ് ട്രേഡ് ഫെസിലിറ്റേറ്റ് ദ ഗ്രോത്ത് ഓഫ് ടൗൺസ്. നെയ്ത്തും വ്യാപാരവും നഗരങ്ങളുടെ വളർച്ചയെ എങ്ങനെയാണ് സഹായിച്ചത്? ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ കാർഷിക പുരോഗതി മൂലമാണ് വ്യാപാരവും കരകൗശലവും ഒക്കെ ഒരുപാട് പുരോഗതി ആർജിച്ചത്. ഇന്ത്യയിലെ നെയ്ത്തും വ്യാപാരവും കാരണം വിദേശികൾ ഒരുപാട് ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി എത്തിയിരുന്നു. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ സമൃദ്ധിയും വൈവിധ്യവും ഒക്കെ ഇന്ത്യൻ ടൗൺസിൻ്റെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇന്ത്യയിൽ ഒരുപാട് മുത്ത്, തുകൽ പോലുള്ള വ്യത്യസ്തമായ വസ്തുക്കളുടെ നിർമ്മാണം ഇന്ത്യൻ ടൗൺസിലേക്ക് വിദേശികളായ വ്യാപാരികളെ ഒരുപാട് ആകർഷിപ്പിച്ചു. അങ്ങനെ വിദേശികളായ വ്യാപാരികൾ ഇന്ത്യയിലേക്ക് കച്ചവടത്തിനായി വന്നപ്പോൾ ഇന്ത്യയിലെ ട്രേഡ് അല്ലെങ്കിൽ വ്യാപാരം കൂടുകയും വ്യാപാരം കൂടിയത് മൂലം ഇന്ത്യൻ ടൗൺസ് ഡെവലപ്പായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. മധ്യകാല ഇന്ത്യയിലെ ജനതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിലായിരുന്നു കരകൗശലവും നെയ്ത്തും. അപ്പോൾ അതിൽ നിന്നും അവർ ഒരുപാട് തുണിത്തരങ്ങളും മറ്റു വസ്തുക്കളും ഒക്കെ നിർമ്മിച്ച് വ്യാപാരത്തിനായി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ മറ്റൊരു രീതിയിൽ ഇന്ത്യൻ ടൗൺസ് ഡെവലപ്പായി. ഇന്ത്യയിലെ കാർഷിക പുരോഗതി ട്രേഡിനും കൊമേഴ്സിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ സാഹചര്യങ്ങൾ നൽകി. ഈ പോയിൻറ്റ്സ് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ചോദ്യത്തിനുള്ള ആൻസർ കിട്ടും. Third question. What were the factors that attracted the travelers and traders to medieval India? ഇതൊക്കെ ഘടകങ്ങളാണ് മധ്യകാല ഇന്ത്യയിലേക്ക് സഞ്ചാരികളെയും ട്രേഡർമാരെ അല്ലെങ്കിൽ വ്യാപാരികളെയും ആകർഷിപ്പിച്ചത്. ആൻസർ: ഇന്ത്യൻ സ്പൈസസ്, ടെക്സ്റ്റൈൽസ്, ലെതർ, ജെംസ്, സാൻഡൽസ്, മെറ്റൽസ്, പേൾ, ഐവറി etc. were in great demand in foreign countries. These commodities attracted traders to India. Several traders from different parts of the world reached India in the medieval period. ഇന്ത്യയിലെ ഈ സവിശേഷ വസ്തുക്കൾ മാത്രമല്ല, ഇന്ത്യയുടെ വൈവിധ്യവും സമൃദ്ധിയും വ്യാപാരികളെ ഇന്ത്യയിലേക്ക് ആകർഷിപ്പിച്ച മറ്റൊരു കാരണമാണ്.
Fourth question. Examine the progress attained by medieval India in the field of learning. പഠനരംഗത്ത് മധ്യകാല ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ എന്തൊക്കെ? പഠനത്തിൻ്റെ മേഖലയിൽ മധ്യകാല ഇന്ത്യ കൈവരിച്ച പുരോഗതികൾ എന്തൊക്കെയെന്ന് അമർ ഖുസ്രൗവിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് വിശദമായി നമ്മൾ പഠിച്ചതാണ്. അതിലാണ് ഭാസ്കരാചാര്യയും ലീലാവതി എന്ന കൃതിയൊക്കെ പറ്റി പറയുന്നത്. പിന്നെ ഇന്ത്യയിലുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ആ ഒരു പോർഷനിൽ നിന്ന് ഈ ഫോർത്ത് ക്വസ്റ്റ്യനുള്ള ആൻസർ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സോഷ്യലിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്.